പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. ഈ പേടി വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൽ നിരക്കാത്തത് ശരീരത്തിൽ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എടുത്ത് കളയണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് നിങ്ങൾ പല വള്ളങ്ങളെ ചവിട്ടി നിൽക്കുന്നത് കൊണ്ടാണ്. ശ്രദ്ധിക്കണേ, അത് കളയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ല, അതില്ലാതെ തന്നെ ഈശോ നിങ്ങളെ ശക്തിപ്പെടുത്തി നിർത്തണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് സാക്ഷ്യങ്ങളെക്കുറിച്ചാണ്. അതായത് സോഷ്യൽ ഓഡിറ്റിങ് പോലെ അച്ഛൻ പറഞ്ഞു സ്പിരിച്വൽ ഓഡിറ്റിങ്. അതിലൊന്നാണ് ദൈവസ്നേഹം. നമ്മളിതെല്ലാം ചെയ്യണത് ദൈവസ്നേഹത്തിൻ്റെ ഇന്ധനം ഉപയോഗിച്ചാണ്. രണ്ടാമത് ഈശോ പറഞ്ഞത് വിശ്വാസത്തെ, വാട്ട് കപ്പാസിറ്റി യു ഹാവ് ടു ആസ്ക് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത് ഇത് നിങ്ങൾക്ക് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ ആ ഒരു അസസ്മെൻറ്റിന് തയ്യാറാകാൻ പറയുകയാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ അസസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഈശോ പറഞ്ഞത് സാക്ഷ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ അസസ്മെൻറ്റ് വർത്തിക്കുന്നത് ഒരു കാര്യം സാക്ഷ്യമാണ്. സാക്ഷ്യം നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളത് ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നയാളാകും. ദൈവത്തിൻ്റെ സദ്വാർത്തകളും ദൈവത്തിൻ്റെ സാന്നിധ്യവും അത് മറ്റു ജനങ്ങളിലേക്ക് കൈമാറുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ യു വിൽ ക്ലെയിം ദ ഓൺ റിലേറ്റീവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു സ്വന്തമായി മാറും. കാര്യം ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറുന്നതും ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുമ്പോൾ നമ്മൾ പലരെയും, ഇപ്പം നിങ്ങൾ തന്നെയും പലരെയും അടിസ്ഥാനപ്പെടുത്തിയാൽ നിങ്ങൾ ജീവിക്കണം, അല്ലേ? അമ്മമാരാണെങ്കിൽ മക്കളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിക്കുക. എങ്ങനെയെങ്കിലും അതുങ്ങളെ ഒന്ന് പറക്കം മുറ്റിച്ചെടുക്കണം എന്നാണ് അമ്മമാർ കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിക്കുകയും ഉറക്കം നിൽക്കുകയും ചെയ്യണത്. ഇത് തന്നെ അപ്പന്മാരും കുടുംബം നോക്കാൻ വേണ്ടി. അപ്പോൾ ഒരു അടിസ്ഥാനമുണ്ട് എല്ലാത്തിനും. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടിസ്ഥാനം ഉണ്ടാകണം. എന്താണ്? ദൈവത്തിന് അടിസ്ഥാനപ്പെടുത്തണം. നിങ്ങൾ ദൈവത്തിന് അടിസ്ഥാനപ്പെടുത്തണം. ഒരു ദിവസം ദൈവത്തിന് വേണ്ടി, ദൈവത്തെ ഓർത്ത്, ദൈവമായിട്ടൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു സാക്ഷ്യം വഹിച്ചിരിക്കണം. ഉടമ്പടി നിങ്ങൾ അതിന് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷേ അടയാളം കിട്ടിക്കഴിഞ്ഞാൽ യു മസ്റ്റ് പാസ് ഇറ്റ്. അത് നിങ്ങളത് പാസ് ചെയ്യണം മറ്റുള്ളവരിലേക്ക്. അല്ല, രഹസ്യം ചെയ്ത് വെച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളോട് തന്നെ പലരും പറഞ്ഞിരിക്കണത് മൗത്ത് ടു മൗത്തായിട്ടാണ് പറഞ്ഞിരിക്കണം, അല്ലേ? പത്രമൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട്. കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ 3 ഇരട്ടി പേരാണ് നാക്ക് കൊണ്ട് മറ്റുള്ളവരോട് അമ്മയെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയണം, അല്ലേ? അതെല്ലാം സാക്ഷ്യം തന്നെയാണ് അത് പറയണം. പക്ഷെ നിങ്ങൾക്കറിയണം, അത് നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് പറയണമെന്ന് അറിയണം. ദൈവസ്നേഹത്തോടെയാണ് നിങ്ങളത് പറയണത്. ഒന്ന് മക്കളൊന്ന് പ്രാർത്ഥിച്ച് നെഞ്ചത്ത് വെച്ചുകൊണ്ട്, കർത്താവേ ഞാൻ ഒത്തിരി പേരോട് ഇതിന്റെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ ഇപ്പോഴേ എനിക്ക് നൽകുന്ന ആലോചന അതൊക്കെയും ഞാൻ പറഞ്ഞതൊക്കെയും നിന്നോടുള്ള സ്നേഹത്തെ പ്രതി നിന്റെ സ്നേഹത്തിന്റെ സാക്ഷ്യ എന്ന നിലയില് കൈമാറാനാണ്. കർത്താവേ, ഒരു സാക്ഷിക്ക് ആവശ്യമായ ദൈവസ്നേഹത്താൽ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 11:4. മത്തായിയുടെ സുവിശേഷം 11:4. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 11:4 യേശു പറഞ്ഞു, യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. സാക്ഷ്യം പറയാനാണ് ഈശോ പറയണത് അല്ലേ? ആരോട് പറയാനാണ് പറയണത്? യോഹന്നാനോട് പറയാനാണ്. ഏത് യോഹന്നാനാ? യോഹന്നാൻ മാംദാന, സ്നാപ യോഹന്നാനോട് പറയാനാണ് പറയണത്. എന്തിനാണ് സ്നാപ യോഹന്നാനോട് സാക്ഷ്യം പറയണത്? നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി ആരറിയിക്കണം? ലോകം മുഴുവൻ അറിയിക്കാനല്ല പറഞ്ഞത്. ആര് പറയാനാണ്? യോഹന്നാനെ അറിയിക്കാൻ. യോഹന്നാൻ ആരാ? യോഹന്നാൻ യേശുവിനെ കുറിച്ച് സംശയമുള്ള ആളാണ്. അതാണ് പ്രശ്നം. സംശയമുള്ളവർക്ക് മരുന്ന് സാക്ഷ്യമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതറിയണമെങ്കിൽ നിങ്ങൾ യോഹന്നാൻ്റെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:1 തൊട്ട് വായിച്ചേ. 11:1 തൊട്ട്. യേശു 12 ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. യോഹന്നാൻ കാരാഗൃഹത്തിൽ വച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? അതാണ് പ്രശ്നം. പിടിയാ, യേശു തന്നെയാണോ വരാനിരിക്കുന്നവൻ രക്ഷകൻ, അതോ ഞങ്ങൾ വേറെ ആരെങ്കിലും? അത് സംശയമാണത്. അങ്ങയുടെ സംശയമാണ്. യേശുവിൽ സംശയമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സംശയം വരാൻ കാരണമുണ്ട്. കാര്യം യോഹന്നാൻ പറഞ്ഞത് എന്താ? യേശുവിനെക്കുറിച്ച് വിശുമുറ അവൻ്റെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, വിശുമുറ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 3:11. മത്തായി 3:11. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും. പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. കെടാത്ത തീ വന്ന കണ്ടില്ലേ? അതെന്താ സംഭവം? പതിരെവിടെ കത്തിച്ച് കളയണത്? നമ്മളൊക്കെ പതിര് കത്തിച്ച് കളയണത് എവിടെയാണ്? കെടുന്ന തീയിലാണ്. ഇതെന്താ? പതിര് കത്തിച്ച് കളയണത് എവിടെയാണ്? കെടാത്ത തീയിലാണ്. കെടാത്ത തീ എന്താ? ടേക്ക് ദ ബെഡ് ഓഫ് റെഫറൻസ്. കെടാത്ത തീ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അടുത്ത ഗാനം ആലപിക്കാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന 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 കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മർക്കോസ് 9:48. മർക്കോസ് 9:48. പുഴുചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. കെടാത്ത തീ, നമ്മൾ നേരത്തെ വായിച്ച മത്തായി ശ്ലീഹാ 3-ാമത്തെ അധ്യായത്തിൽ കെടാത്ത തീ എന്താണ്? അതെന്താണ്? നരകമാണ്. മനസ്സിലായോ? അപ്പോൾ പതിര് കെടാത്ത തീ ദഹിപ്പിച്ച് കളയുകയാണ്. ആരെയാണ് ഉദ്ദേശിക്കണത്? അതായത് ഇപ്പോൾ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സമൂഹത്തിൽ തിന്മപ്രവർത്തികൾ ചെയ്യുന്നവരെല്ലാവരും അവൻ വരുമ്പോൾ വീശുമുറം ഉണ്ടാവും, വീശിയിട്ട് പതിരും കതിരും തിരിക്കും, നല്ലവരെ കൂടെ ചേർത്തുകൊണ്ട് നടക്കും, കെട്ട ആൾക്കാരെ കത്തിച്ച് കളയും എന്നുള്ള ഒരു ഐഡിയയാണ് ഈശോയെക്കുറിച്ച് യോഹന്നാൻ ഉണ്ടായിരുന്നത്. യോഹന്നാൻ നോക്കുമ്പോൾ ഇപ്പോൾ എന്താ, ചുങ്കക്കാരും വേശ്യകളുമൊക്കെ യേശുവിൻ്റെ കൂടെയുണ്ട്. അതാണ് പ്രശ്നം. പതിരെല്ലാം അകത്തും കതിര് പുറത്തുമായി. ഇതാ പുള്ളിക്കാരന് സംശയം തോന്നാൻ കാര്യം. നമുക്കും സംശയം പറഞ്ഞാൽ അങ്ങനെയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കും അപകടങ്ങളും രോഗങ്ങളും സംഭവിക്കുന്നുണ്ട്, ഇല്ലേ? വിശ്വസിക്കാത്തവർക്ക് ചിലപ്പോൾ ഈ വിശ്വസിക്കുന്നവരൊക്കെ കൂടുതൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് സംശയം ഉണ്ടാവണത്. ഇവിടുത്തെ മെയിൻ സബ്ജക്റ്റ് എന്താണ്? എന്തിനാണ് ആൾക്കാർ ദൈവത്തെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണത്? നമുക്ക് പൊല്ലാപ്പലതും ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കൂടണം, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല.
സന്ധ്യപ്രാർത്ഥന വരെ ചിലടെ എന്തിനാണ്? നാളെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ നാട്ടിൽ കൂടെ നടക്കുമ്പോൾ വല്ല പട്ടിയും കയറി കടിക്കരുത്, ഇന്ന് പ്രാർത്ഥിക്കാതെ കിടന്നാൽ നാളെ പാമ്പ് കടിക്കും. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഭയങ്ങളാണ് ദൈവമായിട്ട് ഇങ്ങനെ ചില ആൾക്കാർ, എല്ലാവരും അല്ല കേട്ടോ, ചില ആൾക്കാരെ മുട്ടിച്ച് നിർത്തണത്. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രഥമ ദൃഷ്ടിയെ കാണുന്നത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അതാണ് ചില ആൾക്കാർ പറയണത്, ഞങ്ങളാരും പ്രാർത്ഥിക്കുക, ദൈവത്തോട് അടുക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതലല്ലേ കേട്ടിരിക്കണം. ആരാണ്ട് ധ്യാന ഗുരുക്കന്മാരൊക്കെ പറഞ്ഞാലേ അത് നേരാന്നുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല. ദൈവത്തോട് അടുക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും, ഉള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകത്തുള്ളൂ. ഉള്ള പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കുരിശെടുത്തവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, അതിനാൽ നിങ്ങളും കീഴടക്കുമെന്ന് കൈയിട്ടിച്ച് കർത്താവ് ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് യേശുവിൻ്റെ കൂടെ ആ പാപിനിയായ സ്ത്രീയൊക്കെ വെറുതെ വിട്ടില്ലേ, ഇല്ലേ? പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വിട്ടില്ലേ? അപ്പോൾ ഈ പതിരെല്ലാം യേശുവിൻ്റെ കൂടെയായി. മത്തായി സ്ത്രീ ചുങ്കക്കാരനായിരുന്നു അല്ലേ, അയാളെ വിളിച്ച് കൂടെ നിർത്തി. അപ്പോൾ ഇതെല്ലാം ചെന്നിട്ട് യോഹന്നാൻ യാക്കോവും മറ്റേ ഈ മാന്താനായ ശിഷ്യന്മാരായിരുന്നല്ല, യാക്കോബും യോഹന്നാനും നമ്മുടെ ശിക്ഷകനായ യോഹന്നാനും യാക്കോബ് ശ്രീകായും യോഹന്നാൻ മാന്താനുള്ള ശിഷ്യന്മാരാണ്. അപ്പോൾ യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴേ ഇവർ കാണാൻ കാണാം ഈ കക്ഷികൾ. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ കക്ഷികളുടെ വായിൽ നിന്നാണ് മോശം വർത്താനൊക്കെ വരണതേ. ആടെ യോഹന്നാൻ്റെ വായിൽ നിന്നാണ്. യോഹന്നാൻ മാന്താനായി എന്നാണ് ഇവർ സുവിശേഷം പഠിച്ചത്. അത് ഇത്തിരി കടുത്ത സുവിശേഷമാണ്. അതുകൊണ്ടാണ് സമറിയക്കാരിയുടെ വഴിവിടാതിരുന്നപ്പോൾ അവർ പറഞ്ഞു, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സമറിയക്കാർ ഇവരെ വഴിവിടാ, യോഹന്നാനെയും യാക്കോബിനെയും വഴിവിടാതിരുന്നപ്പോൾ കർത്താവിൻ്റെ അടുത്ത് അവർ രക്ഷിച്ചിട്ട് പറയും, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന്. കാര്യം ഇവർ പഠിച്ചതിരിക്കുന്നത് അതാണ്. ഇവരുടെ ഗുരു എന്ന് പറയുന്നത് സ്നാപയോഹന്നാനാണ്. സ്നാപയോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് പതിര് കത്തിച്ച് കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവന്മാർ പതിരാണ്, ഇവന്മാരെ കത്തിക്കാൻ ഇവരെ കത്തിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരാൻ പറയും. സ്വർഗത്തിൽ അഗ്നി ഇറങ്ങി. അപ്പോൾ ഈശോ പറയും, വാട്ട് സ്പിരിറ്റ് യു ഹാവ്, നിങ്ങൾക്ക് എന്ത് അരൂപിയാണുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ല. അപ്പോൾ മിക്കവാറും എൻ്റെ ഒരു കണക്കൂട്ടലേ, ഈ അണ്ണന്മാരായിരിക്കും പോയി ശാപയോഹനാനോട് പറഞ്ഞത്, നീ പറഞ്ഞ പോലെ വീശപ്പുറം ഒന്നും ഒരു കുന്തോ അങ്ങയുടെ കയ്യിലില്ല, അങ്ങനെ പതിരൊക്കെ കൂടെ കൊണ്ട് നടക്കണം, വേസ്റ്റുകളുണ്ട്, ചുങ്കക്കാരും കൂടുതലുണ്ട്. അപ്പോൾ ആപ്പടെ കൺഫ്യൂഷനാണെന്ന് പറഞ്ഞപ്പോൾ ശാപയോഹനാനും കൺഫ്യൂഷനായി യേശുവിലെ. അതാണ് ശാപയോഹനാൻ ചോദിക്കണത്, വരാനിരിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ നിൻ്റെ വീശുപുറമൊന്നും ഇല്ലല്ലോ, പതിരെല്ലാം നിൻ്റെ കൂടെ ഉണ്ട്, വേസ്റ്റുകൾ നിൻ്റെ കൂടെ ഉണ്ട്, ചുങ്കക്കാരൻ നിൻ്റെ കൂടെ ഉണ്ട്, നിൻ്റെ വീശുപുറമൊന്നും നിൻ്റെ കയ്യിലില്ല, പിന്നെ നീ എങ്ങനെയാണ് പതിര് കത്തിക്കണമില്ല, പതിരിനെ കൊണ്ടു നടക്കണം, അപ്പോൾ കതിരിനൊക്കെ നീ പുറത്താക്കുകയാണ്, ഞങ്ങൾക്ക് എങ്ങനെ ഇത് വിശ്വസിക്കാൻ പറ്റും? അങ്ങനെ ശാപയോഹന്നാൻ സംശയമായി. അങ്ങനെയാണ് ആ സംശയം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ആൾക്കാരാരൊക്കെ, ഈ യോഹന്നാൻ ശിഷ്യനും യാക്കോബ് ശ്രീകായും കൂടി ഉണ്ടാക്കിയതായിരിക്കും. കാര്യം അവരാണ് ഇവരുടെ ശിഷ്യൻ. ഇങ്ങനെയുള്ള ശിഷ്യൻ റൈറ്റായിട്ടുള്ള ഡിസൈപ്പിൾസ് അവരാണ്. അവരെ ഇരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ കരുണയും വാത്സല്യവും സ്നേഹവും പാപികളോട് ചേർത്ത് പിടിക്കണം കണ്ടപ്പോൾ ആകപ്പാടെ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ ഐസി അടിച്ചു പോയി. അങ്ങനെയാണ് ഇവർ പോയി കാരാഗ്രഹത്തിൽ പോയി ജയിലിൽ പോയി കണ്ടിരിക്കുകയാണ്. സുവിശേഷത്തിലെ ഏറ്റവും ബെസ്റ്റ് ജയിൽ മിനിസ്ട്രിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. പക്ഷേ സംഗതി പാരയായിപ്പോയി. കർത്താവിന് പാര വെക്കാൻ വേണ്ടി ജയിൽ മിനിസ്ട്രിയായി. എന്താ സംഭവിച്ചിരിക്കണേ? കർത്താവിന് യോഹന്നാന് സംശയം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ യോഹന്നാൻ ഉടനെ വേറെ 2 പേരെ വിട്ടിട്ട് യേശുവിനോട് ചോദിക്കും. എന്താ ചോദിക്കണത്? വേർഡ് ഓഫ് ഗോഡ്, അതായത് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 11:2-3. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? എൻ്റെ മക്കളെ, ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു മനുഷ്യൻ്റെ നിലപാട് തറയിലെ കാൽച്ചുവട്ടിലെ, ഒരു വിശ്വാസിയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഊർത്തിക്കളയുന്ന ഒരു അടിയൊഴുക്കെന്ന് പറയുന്നത് സംശയമാണ്. എന്താണ്? വേറെ ഒരു ആളെ ഞങ്ങളെ സമീപിക്കണമോ പ്രതീക്ഷിക്കണമോ? നിങ്ങളും ചെയ്യും. ഉടമ്പടി എടുത്തിട്ട് പിന്നെയും പോയി വേറെ എവിടെയെങ്കിലും പോയി നൊവേന കൂടും. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ബിലീവിങ് ഉടമ്പടി. അതാണ് വിഷയം. നിങ്ങൾ തന്നെ ഉടമ്പടി എടുത്തിട്ട് കറങ്ങിടക്കണ കറക്കക്രിസ്താനിയില്ലേ, അവൻ്റെ കാര്യം പോക്കായിരിക്കും.
അവൻ ഓരോരുത്തരും അവൻ ഗതികിട്ട പ്രേതം പോലെ അലഞ്ഞു നടക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ അവൻ ദൈവത്തോട് ഉടമ്പടി എടുത്തിട്ട് വീണ്ടും നിങ്ങൾ ഉടമ്പടിയിലും ദൈവത്തിലും വിശ്വസിക്കാതെ അതിനേക്കാൾ വല്ലതും മെച്ചമായിട്ടുള്ള വേറെ വല്ലതും ഉണ്ടോ? ഇന്നാളൊരു മനുഷ്യൻ ഇവിടെ വന്ന് ചോദിച്ചു, ഉടമ്പടി വേറെ വല്ല പള്ളിയിലും ഉണ്ടാകുന്നു. ഇവിടെ നിറച്ച ആളാണ്, ഇവിടെ തിരക്കാണ്, ഇവിടെ 3 മണിക്കൂർ നിൽക്കണം, 2 മണിക്കൂർ നിൽക്കാൻ പറ്റിയ വല്ല സംവിധാനം ഉണ്ടാകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കർക്ക ക്രിസ്ത്യാനി എപ്പോഴും ലൂപ്പ് സംശയമായിരിക്കും. ഈ സംശയം എന്ന് പറയണത് എന്താണ്? അതാദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അത് നിങ്ങളുടെ കാഴ്ചപ്പെട്ടിൽ ഊർന്നു പോകുന്ന മണ്ണാണ് സംശയം. യോഹന്നാൻ സ്നാപകന് കർത്താവിനോട് സംശയം ഉണ്ടായി. സംശയമുള്ളവരെ അവിടെ കർത്താവ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, ഒരു മരുന്നുണ്ട്. എന്താണ്? നിങ്ങൾക്ക് സംശയമില്ലേ, എന്നിലല്ലേ സംശയം. അതുകൊണ്ട് നിങ്ങളൊരു പണി ചെയ്യണം. നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കേൾക്കുന്നത് പോയി യോഹന്നാനെ അറിയിക്കണം. എന്താണ് നിങ്ങൾ കാണുന്നത്? നിങ്ങൾ കാണുന്നത് എന്താണ്? അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു. മുടന്തന്മാർ നടക്കുന്നു. കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു. ബധിരർ കേൾക്കുന്നു. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇത്രയും കാര്യമാണ് നിങ്ങൾ സംശയമുള്ള ആൾക്കാർക്ക് സാക്ഷ്യം വഹിക്കേണ്ടത്. മനസ്സിലായ? നിങ്ങൾ ആരെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്? ഒരു ഉടമ്പടി ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുന്ന വിശ്വാസി. ഇപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ ആൾക്കാരും ഉടമ്പടി എടുക്കുന്നുണ്ട്. അപ്പോഴേ ഉടമ്പടി എടുക്കുന്ന വിശ്വാസി ആദ്യം നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം ടാർഗറ്റ് ചെയ്യണത് സംശയമുള്ള ആൾക്കാർ, ദൈവത്തിൽ സംശയമുള്ളവരെയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ അവൾ താനിയ പറഞ്ഞില്ലേ, ഞാൻ പത്രം വാങ്ങിക്കാത്തവടെ മേൽ കെട്ടിയേൽപ്പിക്കും. എന്താണ്? അവനിതിന് വിശ്വാസമില്ല. അവനെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എന്താ കാര്യം? ഇപ്പോഴേ ഈ അമ്മയില്ലേ, അവളുടെ എൽസി സണ്ണിയുടെ അമ്മയില്ലേ, അമ്മ എന്താ പറഞ്ഞത്? നീ ഇപ്പോൾ BCom എന്ന് ചാടാൻ പോകുമല്ലേ മെഡിസിനിലേക്ക്, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും. കാര്യം എന്താണ്? അപ്പോൾ ഇവൾ ഓർത്തത് ഇവളെ ശരിക്കും വഴക്ക് പറഞ്ഞു മൂടിക്കുമെന്ന് വിചാരിച്ചത് അമ്മ. കാര്യം പണ്ടുപോലെ പറയണമല്ലേ അമ്മ ഒന്നും പറഞ്ഞില്ല. മകളെ, ഒരു കാര്യമുണ്ട്, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെന്ത് ഇൻ്റലിജൻ്റ് ലേഡിയാണ്, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന BCom സെക്കൻഡ് ഇയർ അല്ലേ, അത് പൂർത്തിയാക്ക്. അത് പൂർത്തിയാക്കി കഴിയുമ്പോൾ ഞാൻ ഈശോയോട് വാങ്ങിച്ചു തരാം മെഡിസിൻ നിനക്ക്. അമ്മ എന്നാ അതായത് മക്കളെ വളർത്തുമ്പോൾ കുറഞ്ഞ പക്ഷേ ഇത്രയുമെങ്കിലും ആധ്യാത്മികത നിങ്ങളുടെ കയ്യിലുണ്ടാകണം, അല്ലെങ്കിൽ മക്കളെ വളർത്താൻ പറ്റത്തില്ല. നിങ്ങൾ മക്കളെ വളർത്തണം, എങ്ങനെയും പഠിപ്പിച്ച് വിദേശത്ത് വിട്ട് അവിടേക്ക് നിന്ന് ഡോളർ വാങ്ങിക്കാൻ വേണ്ടി മാത്രം മക്കളെ വളർത്തണം. അലക്കളത്തിൽ നിങ്ങൾ വളരെ ഇറച്ചിക്കൊഴി വളർത്തുകയാണല്ലത്. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ദൈവത്തെ കൊടുക്കാൻ കഴിവ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അമ്മമാരും അപ്പന്മാരും പ്രാർത്ഥിക്കണം. കർത്താവ് ഒന്ന് പ്രാർത്ഥിച്ച കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട്, കർത്താവേ എൻ്റെ മക്കൾക്ക് നിന്നെ പകർന്നു കൊടുക്കാൻ എനിക്ക് ഇന്ന് മുതലേ പ്രത്യേക അഭിഷേകം നൽകണം. പ്രത്യേക അഭിഷേകം നൽകണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവരെ വിശ്വാസ കൈമാറ്റത്തിന്റെ ഉപകരണങ്ങളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ റെഡിയാണെന്ന് ദൈവത്തിന് തോന്നിയാൽ അവിടെ വെച്ച് തന്നെ അനക്കം തുടങ്ങും. ഇപ്പം ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇപ്പം ഈ പരീക്ഷയ്ക്ക് എഴുതാൻ വന്ന ആൾക്കാർ എന്നെ കാണാൻ പറ്റുമ്പോൾ അവർക്ക് ഹോൾ ടിക്കറ്റ് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ചില ഗർഭിണികളായിരിക്കും, അവർക്ക് ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. അവർ ഈ പരീക്ഷക്കാർ പോയാൽ അവർ പോകാൻ നിൽക്കും. അപ്പോൾ എൻ്റെ കൊച്ചിന് അനക്കമില്ല വെച്ചാൽ ഡോക്ടർ പറഞ്ഞ് കാലനങ്ങളില്ല, ബാക്കിയെല്ലാം അനങ്ങുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ വയറെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അവരെ അനുഗ്രഹിച്ച് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് വിടുവരാ. ഇത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ഈശോരെ അനുഗ്രഹിക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കും അനക്കമില്ലാത്ത കുറേ ഭാഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ആധ്യാത്മിക മേഖല അനക്കമില്ലാതിരിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ഈശോ അനക്കമില്ലാതിരിക്കും. അനക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ അത് കർത്താവിനെ കൈമാറാൻ തോന്നിപ്പോവും. ആദ്യം മക്കൾക്ക് കൈമാറണം. അപ്പം മക്കൾക്ക് കൈമാറാൻ പറ്റത്തില്ല. അമ്മ വലിയ വേദപാഠമൊന്നും പറയണ്ട. അമ്മ ഇന്നലെ വരെ ഞങ്ങളോട് എങ്ങനെ പെരുമാറിയെന്നും നാട്ടുകാരോട് എങ്ങനെ പെരുമാറുന്നു എനിക്കറിയാം, എൻ്റെ അമ്മ വേദപാഠം പഠിപ്പിക്കേണ്ടതെന്ന് മകൾ തിരിച്ചടിക്കും. പക്ഷേ നിങ്ങൾ മനസ്സ് പഠിക്കരുത്. കാരണം എല്ലാ മനുഷ്യർക്കും അജ്ഞതയുടെ ഒരു കാലഘട്ടം ഉണ്ടാവും. ദൈവം അത് കണക്കെടുക്കത്തില്ല. എല്ലാ മനുഷ്യരും, അപ്പനായാലും അമ്മയായാലും അപ്പനായാലും അജ്ഞതയുടെ ഒരു കാലഘട്ടം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും.
അപ്പോൾ മക്കൾ നിങ്ങൾ അപ്പരൊക്കെ ഇന്നലെ ഇങ്ങനെയാണ്, അപ്പൻ ഇപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റേണ്ട, അമ്മ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് മക്കൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു പറയണം. എല്ലാ മനുഷ്യർക്കും അജ്ഞതയുടെ ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 17:30 അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. പ്രവർത്തനങ്ങൾ 17:30. അപ്പോസ്തല പ്രവർത്തനം 17:30. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യ ജീവിതത്തിലുണ്ടാകും അജ്ഞതയുടെ ഒരു കാലഘട്ടം. ചിലപ്പോൾ നിങ്ങൾ 65-ാമത്തെ വയസ്സിലായിരിക്കും ചിലപ്പോൾ അജ്ഞതയുടെ കാലഘട്ടം അവസാനിക്കുന്നത്, എന്തെങ്കിലും ഒരു അനുഭവം കിട്ടിയിട്ട്. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, ദൈവമേ ഒരു 10 ദിവസം മുമ്പ് കർത്താവിനെ അറിഞ്ഞിരുന്നെങ്കിലെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ണീരിടും. അതാണ് നിങ്ങളുടെ പശ്ചാത്താപം. ഒരു 10 ദിവസം മുമ്പ് കർത്താവിനെ അറിഞ്ഞിരുന്നെങ്കിൽ അത്രയും ദൈവത്തിന് വേണ്ടി ജീവിക്കാമായിരുന്നല്ലോ. അപ്പോൾ മക്കളോട് നിങ്ങൾ തിരിച്ചു പറയണം, എൻ്റെ മകനെ, എൻ്റെ മകളെ, ബൈബിൾ പോലും പറയുന്നുണ്ട് ഞങ്ങളെക്കുറിച്ചും നിന്നെക്കുറിച്ചും ഒക്കെ. അജ്ഞതയുടെ ഒരു കാലഘട്ടം നിനക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടാവും. പക്ഷേ എൻ്റെ ദൈവം, നിൻ്റെ ദൈവം അത് കണക്കിലെടുക്കത്തില്ല. ഇപ്പോൾ നീ പശ്ചാത്താപിച്ചാൽ തീർച്ചയായിട്ടും ഇന്നു മുതൽ ആ ദൈവം നിന്നെയും അനുഗ്രഹിക്കും. അപ്പോൾ അടയാളങ്ങൾ കൈമാറുമ്പോഴാണ് ആൾക്കാർക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നത്. അടയാളങ്ങൾ കൈമാറുമ്പോഴും അടയാളം കാണുമ്പോഴും മനുഷ്യർക്ക് പശ്ചാത്താപം ഉണ്ടാകും. നിങ്ങൾ എന്തുകൊണ്ടാണ് വിശുദ്ധി പലരും ജീവിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടാണ്. പത്രോസ് തന്നെ സമർത്ഥമായ മത്സ്യവിള കാണുമ്പോഴേ എന്താ പറയണത്? കർത്താവേ, ഞാൻ പാപിയാണെന്ന് പറയണത്. അത്രയും നാൾ ആ മനുഷ്യൻ പാപിയാണെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? വള്ളം നിറച്ച് മീൻ കണ്ടപ്പോഴല്ലേ പറഞ്ഞത്? 8:9. എനിക്ക് തോന്നുന്നത് ലുക്കാന്റെ സുവിശേഷം 5:7-8. 5-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. അവർ മറ്റേ വള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ മറ്റു വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ് കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അനുഗ്രഹം കാണുമ്പോൾ പശ്ചാത്താപം ഉണ്ടാവും. നിങ്ങൾക്ക് അനുഭവങ്ങൾ കിട്ടുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട പശ്ചാത്താപമാണ്. എന്താണ്? കർത്താവ് അകന്നു പോകണമെന്ന് പറയുന്നതല്ല, പാപത്തിൽ നിന്നെ അകത്തിക്കളയണമെന്ന്. കർത്താവ് അകന്നു പോകത്തില്ല. നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയാൽ നാളെ നിങ്ങൾ കുറച്ചുകൂടി വിശുദ്ധരായിട്ട് ജീവിക്കണം. പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, എനിക്കൊരു അടയാളം കിട്ടുമ്പോൾ ഞാൻ കുറച്ചുകൂടി വിശുദ്ധിയോടെ ജീവിക്കുവാൻ എന്ന് അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എനിക്ക് അടയാളം നൽകി എന്നെ പശ്ചാത്താപത്തിലേക്ക് നയിക്കണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളിൽ പശ്ചാത്താപം ജനിപ്പിക്കണമേ. ഹല്ലേലൂയ. സമയം സമാഗതമാ, സകലരും അനുദപിക്കാം, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. സമയം സമാഗതമാ, സകലരും അനുദപിക്കാം, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. മക്കൾ മുട്ട നിൽക്കുക. ഇപ്പം മുട്ട നിർത്തിയിരിക്കണം എന്തിനാണെന്ന് അറിയാവോ? 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഓൾമോസ്റ്റ് ഓൾ തിങ്സ് കർത്താവ് കുർബാന ഇടയ്ക്ക് വെച്ച് രോഗസൗഖ്യ പ്രാർത്ഥനയും ആരാധന ഇടയ്ക്ക് വെച്ച് രോഗസൗഖ്യ പ്രാർത്ഥനയും ജോലി, വീട്, വിവാഹം, ഒരു മനുഷ്യന് ഉണ്ടാകാനുള്ള ഉടമ്പടി മുഴുവൻ സബ്ജക്റ്റുകൾ ഡീൽ ചെയ്തായിരുന്നു. ഇൻ കേസ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ സ്വകാര്യമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഈശോയോട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയാൽ, നേരത്തെ നമ്മൾ ആരാധന നടത്തിയപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ ഇപ്പോഴും സമർപ്പിക്കുക, സ്വകാര്യം. അതിനുശേഷം ശിരസ്സമിച്ച് ആശീർവാദം സ്വീകരിക്കുക.
ആരാധനയിൽ സമർപ്പിച്ച വിഷയങ്ങളിലെല്ലാം അമ്മയുടെ കയ്യൊപ്പുണ്ടായി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഇപ്പോൾ അറിയിപ്പുകളാണ്. കൃപാസനത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സാക്ഷ്യം പറയാനും അവസരം ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാ ദിവസവും 7 മണിക്കാണ് ഫസ്റ്റ് ബാച്ച് ഉടമ്പടി പുതുക്കാനും എടുക്കാനുള്ളവർ. അപ്പോൾ അവർ മറ്റ് സംസ്ഥാനങ്ങളുള്ളവർ, പിന്നെ കാസർഗോഡ്, കണ്ണൂർ ഒക്കെ രാത്രി വരുന്നവരുണ്ട്. അവർക്കൊക്കെ വീട്ടിൽ പോകാൻ പറ്റുന്ന രീതിയിലാണ് ആദ്യത്തെ ബാച്ച് 7 മണിക്ക് വെച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, ഇടുക്കി അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർ. സെക്കൻഡ് ബാച്ച് മലപ്പുറം, തൃശ്ശൂർ, കൊല്ലം അങ്ങനെയൊക്കെയുള്ള സെക്കൻഡ് ബാച്ച് 10 മണിക്കാണ്. 10 മണിക്ക് ഉടമ്പടി എടുക്കാനും പുതുക്കാനുള്ളവർക്ക്. തേർഡ് ബാച്ച് 2 മണിക്ക്. അത് ആലപ്പുഴ എറണാകുളം ബാച്ചാണ്. ആലപ്പുഴ എറണാകുളം കോട്ടയം ഏറ്റവും അടുത്തുള്ളവർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അകലെയുള്ളവർ നേരത്തെ പോയാൽ മാത്രമേ അവർക്ക് അനുസരിച്ച് വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ സൗകര്യം, ഞാൻ എൻ്റെ ഇവിടുത്തെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ ക്രമീകരിച്ചതേ ഉള്ളൂ. നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ 3 ബാച്ചുണ്ട് ഇവിടെ. 7 മണിക്കും 10 മണിക്കും 2 മണിക്കുമാണ് ഉടമ്പടി പുതുക്കാനും എടുക്കാനും ഉള്ളത്. ഓക്കെ. ഞായറാഴ്ച വ്യത്യാസമുണ്ട്. ഞായറാഴ്ച 2 ബാച്ചാണ് ഉള്ളത്. 10 മണിക്ക് കുർബാന, ഒരു 8 മണിക്കാണ് കുർബാന 8 മണിക്ക്. കുർബാന 8 മണിക്ക് വേണമെങ്കിൽ നമുക്ക് 7 മണിക്ക് വെക്കാം. പക്ഷേ ആൾക്കാർ വന്നെത്തത്തില്ല. അപ്പോൾ കുർബാന നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ 8 മണിക്ക് ഞായറാഴ്ച വരുന്നവർ 8 മണിക്ക് ഇവിടെ എത്താൻ നോക്കണം. അപ്പോൾ നിങ്ങളൊരു 4 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് പോന്നാൽ കുർബാന മിസ് ചെയ്യത്തില്ല. അടുത്തുള്ളവരൊക്കെ കുർബാന കഴിഞ്ഞ് വന്നാൽ മതിയല്ല. അകലെയുള്ളവരുടെ നിങ്ങളൊരു പല പള്ളികളിലും 7 മണിക്കാണ് കുർബാന. അത് തീരുമ്പോൾ 8 മണിയാകും. അപ്പോൾ അത് ഇവിടെ 2 മണിക്കുള്ള ഇവിടെ 2 മണിക്ക് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ നാട്ടിൽ കുർബാന ചൊല്ലിയിട്ട് വേണം വരാം. പക്ഷേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഓടി നടന്ന് കുർബാന കൂടുന്നതിനോട് നിങ്ങളുടെ ഇടവക പള്ളി തന്നെ കുർബാന കൂടണം. അത് മാർത്തോമ ആയാലും CS ആയാലും ആരായാലും നിങ്ങളുടെ ഇടവകയാണ്. നിങ്ങൾ എവിടെയാണ്, ഏത് സഭയിൽ നിന്നാണ് നിങ്ങൾ ബാപ്റ്റിസം സ്വീകരിച്ചത്, അവിടെയാണ് നിങ്ങൾ കുർബാന കൂറേണ്ടത്. ആ ആധ്യാത്മികത നിങ്ങൾ വളർന്നു വരണം. പക്ഷേ നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്ന കാരണം കുറച്ചുകൂടി മറ്റുള്ളവരെക്കാളും ഉന്നതരാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ആ ഐക്യത്തോടും ആ ബോധം ഉണ്ടാകും നമുക്ക്. ഞാൻ ദൈവത്തിൻ്റെ റിലേറ്റീവാണ്, ഞാൻ ആ ഭാഗത്തേക്ക് വന്നില്ല. കാരണം ഉടമ്പടി നമ്മളെ ബേസിക്കായിട്ട് നമ്മളെ റിലേറ്റീവ്സ് ആക്കും. അടുത്ത ചൊവ്വാഴ്ച ഞാനത് ബാക്കി പറഞ്ഞു തരാം. എത്ര പെട്ടെന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ റിലേറ്റീവ്സായി മാറണമെന്ന്, അതെങ്ങനെയാണ് ആയി മാറണത്, മാറുമ്പോൾ എന്ത് സംഭവിക്കും, അതൊക്കെ അടുത്ത ചൊവ്വാഴ്ച പറയും. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മൾ ഞായറാഴ്ച 10 മണിക്കും 2 മണിക്കുമാണ് 2 ബാച്ച്. എല്ലാ ദിവസവും അച്ഛൻ ആൾക്കാരെ കാണുന്ന ദിവസമാണ്. എല്ലാ ദിവസവും കാണും. പക്ഷേ വ്യാഴാഴ്ച കാണത്തില്ല. അന്ന് അച്ഛൻ പുറത്തെ ശുശ്രൂഷ എടുക്കുന്നതാണ്. വ്യാഴാഴ്ച കാണത്തില്ല, ഞായറാഴ്ചയും കാണത്തില്ല. ഞായറാഴ്ച ധ്യാനമാണ്. ധ്യാനം കഴിഞ്ഞാൽ പിന്നെ വല്ല എഴുതാനോ പഠിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ആൾക്കാരെ കാണാൻ, നിങ്ങൾക്കറിയാം, ആൾക്കാരെ കാണുന്നത് നിസ്സാര കാര്യമല്ല.
ഒരു 10 ആൾക്കാരെ കാണുമ്പോൾ തന്നെ ടയർഡായി പോകും. അത് വേറെ ഒരു വിഷയമാണല്ലോ, അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ വിശദീകരിക്കണില്ല. പക്ഷേ എല്ലാവരെയും കാണും. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈ എമർജൻസി ഉള്ളവരെയാണ് ആദ്യം കാണുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് അച്ഛനെ കാണാൻ വേണ്ടി ആരും ഉടമ്പടി എടുക്കരുത്. കാണത്തില്ല, ദൈവം കാണിക്കത്തില്ല. കാര്യം ഉടമ്പടി ഉദ്ദേശിച്ച അച്ഛനെ കാണുക അല്ലല്ലോ, അച്ഛനെ കാണാനുള്ള ചീട്ടല്ല ഉടമ്പടി. അത് നിങ്ങളും ദൈവവും തമ്മിൽ മുമ്പത്തേക്കാൾ ഗാഠമായ ഒരു സിൻസിയർ റിലേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയും അത് ഭയങ്കര നമ്മളെ ചിന്തിച്ച ദൈവം ചെയ്ത ഏറ്റവും ഈ നൂറ്റാണ്ടിൽ ചെയ്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഉടമ്പടി എന്ന് പറയണത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഉടമ്പടിയെ അച്ഛനെ കാണാനുള്ള ഉപാധിയാക്കി മാറ്റരുത്. ഞങ്ങളിവിടെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ധ്യാനകേന്ദ്രമാണ്. ഈശോയുടെ സന്നിധാനമായതുകൊണ്ട് വളരെ വെന്ത് നീറി പൊള്ളിപ്പടുത്ത് വരുന്ന ഹൈ എമർജൻസി ആൾക്കാരില്ലേ, അവരെ നമ്മൾ ചിലപ്പോഴും അന്ന് തന്നെ കാണും, അന്ന് തന്നെ കാണേണ്ടതാണ്. ചിലപ്പോൾ ഒരു പ്രാവശ്യം കണ്ട് സംസാരിച്ചാൽ തന്നെ ഈശോ അതിൽ ഇടപെടാൻ തുടങ്ങും. കാര്യം നിങ്ങളിവിടെ കൊണ്ടുവന്നല്ല ദൈവം, നിങ്ങളിവിടെ കൊണ്ടുവന്നല്ല, അപ്പോഴും ദൈവമാണല്ലോ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ദൈവത്തിന് എന്തോ ഒരു തീരുമാനം ഉണ്ടല്ലോ. ചിലപ്പോൾ ഒന്ന് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചിലപ്പോൾ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശരിയാവും. പക്ഷേ എന്താ പ്രശ്നം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു രേഖയില്ലേ, അത് നിങ്ങൾ എപ്പോഴും ഓർത്തേക്കണം. അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ഓഫീസിൽ ഇപ്പം 100 കണക്കിന് ആൾക്കാരുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഒരു ദിവസം തന്നെ 25 ഇത്തിരി ആളല്ലേ, എല്ലാ ദിവസവും ഇത്തിരി ആളുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങളിവിടെ ആരും ഒരു പക്ഷാഭേദം കാണിക്കത്തില്ല. കാണിച്ചാൽ ഞങ്ങളുടെ കൃപ പോകും. അതുകൊണ്ട് ഞങ്ങൾ പക്ഷാഭേദം കാണിക്കത്തില്ല. പക്ഷേ ആരും പറഞ്ഞാൽ അങ്ങനെ ടേക്കപ്പ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കയ്യിരിക്കുന്ന പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാൻസറാണ്, ഓക്കെ, അതിൻ്റെ പേപ്പർ ഉണ്ടാകണം. ജപ്തി നടപടിയാണ്, അതിൻ്റെ പേപ്പർ ഉണ്ടാകണം. കാര്യം അവിടെ ഓഫീസിൽ നോക്കണത് നിങ്ങൾ എന്ത് റേറ്റാണ്, നിങ്ങൾക്ക് ഇവിടെ സ്വസ്ഥ കാഴ്ച ഇടാൻ പറ്റുക, കുറച്ച് പൈസ തരാൻ പറ്റുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങളാരും നോക്കും. നിങ്ങളുടെ ഒരു കാശും വേണ്ട, ഒരു കുന്തവും വേണ്ട. എന്താ കാഴ്ച, ഞങ്ങളിവിടെ സ്വസ്ഥ കാഴ്ച എടുക്കണില്ലല്ല. ഞായറാഴ്ച അല്ലേ, നിങ്ങൾക്കറിയാമല്ല, ഞായറാഴ്ച പോലും എടുത്തിട്ടില്ല. എടുക്കണമെങ്കിൽ എടുക്കാൻ പാടല്ലേ. ലക്ഷക്കണക്കിന് രൂപ കിട്ടും ഒരു മാസം കൊണ്ട്. ഇവിടെ ലക്ഷക്കണക്കിന് രൂപ എന്തിനാ, ഇവിടെ ആളിരിക്കണില്ലേ. ഇവിടെ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് മണ്ണ് കാല് കുത്താൻ കഴിയണത് തന്നെ ഒരു അനുഗ്രഹമാണ്. കുർബാനയ്ക്ക് പോലും പണം എടുക്കണില്ലേ, നിങ്ങൾക്ക് കാണാം. ഓരോരുത്തർ സംഭാവന എഴുതി വെച്ചിട്ടില്ല, പക്ഷേ ആൾക്കാർ തരണില്ലേ. സുന്ദരമായിട്ട് സംഭവം നടക്കുന്നതുകൊണ്ട് കടവുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളെ പണത്തിൻ്റെ പേരിലൊരു വിഷയം ഇവിടെ എഴുതി വെക്കുകയോ വാങ്ങിക്കുകയോ ചോദിക്കുകയോ കൗൺസിലേഴ്സോ ബ്രദേഴ്സോ, അതുകൊണ്ട് പ്രൈവറ്റ് നമ്പർ ഇപ്പോൾ അച്ഛന്മാരോട് പോലും പറഞ്ഞിട്ടുണ്ട്, പ്രൈവറ്റ് നമ്പർ ആരോടും മേടിക്കരുതെന്ന്. മേടിച്ച അച്ഛന്മാർ അപ്പം ആക്കി വിടുന്നത്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം തന്നെ ബിഷപ്പിനെ വിളിച്ച് പറഞ്ഞ് ചാപ്റ്റർ ക്ലോസ് ചെയ്യും ഞാൻ. കാര്യം ഒരു മനുഷ്യനെയും ആരും നമ്പർ വാങ്ങിക്കുക അതല്ല. നിങ്ങളുടെ നമ്പർ എന്തിനാ, ഞങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് എന്തിനാ? അങ്ങനെ നമ്പർ തമ്മിൽ ഒരു പേഴ്സണൽ റിലേഷൻ അല്ല വേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവമായിട്ടാണ് നിങ്ങൾക്ക് ഫോൺ വിളി വരേണ്ടത്, അല്ലേ? ഞങ്ങളുമായിട്ടാണ് അല്ല, നിങ്ങൾ ദൈവമായിട്ടാണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരേണ്ടത്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്യും. ബാക്കിയുള്ള നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ലൈറ്റേക്കാൻ്റെ പെരക്വസ്റ്റ് ഒരാൾ ഒരു ദിവസം 4000 പേരൊക്കെ ഇടുന്നത്. ഓൺലൈൻ ഉടമ്പടി ഒരു ദിവസം ഇതുപോലെ തന്നെ 2000-3000 പേര് വരും. എന്തുകൊണ്ട് അവർക്ക് അനുഗ്രഹം കിട്ടണത്? ഇതിൻ്റെ ആസ്തി ഭദ്രത അങ്ങനെയാണ് കിടക്കുന്നത്. 10,000 പ്രാർത്ഥിച്ച് ഉരുവിട്ട് ഉറപ്പിച്ച ഒരു ധ്യാനകേന്ദ്രത്തിലാണ് ആൾക്കാർ ആശ്രയം വെക്കണത്. നമ്മളെ കണ്ടുപോലും കാണത്തില്ല. കേരളത്തിൽ പോലും വരാത്ത ആൾക്കാർ ലൈറ്റേക്കാൻ്റെ പെരക്വസ്റ്റ് ഇടുന്നുണ്ട്. അവരെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഉടമ്പടിക്ക് ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം അതാ ദിവസങ്ങൾ ഉടമ്പടി എടുക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ഉടമ്പടി 3 പുതുക്കിയവർ, ഇത്തിരി മൂത്തവരില്ലേ, ഇത്തിരി പക്വത വന്നവർ, അവരെയാണ് അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങളുടെ രേഖകൾ കൊണ്ടുവരിക. ഇപ്പോൾ ഞായറാഴ്ച കൊണ്ടുവരണ്ട, തിങ്കളാഴ്ച കൊണ്ടുവന്നാൽ ഇപ്പോൾ ചിലർക്ക് രേഖ ഒന്നും കിട്ടത്തില്ല. കാര്യം പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ രേഖ കിട്ടത്തില്ല, ആ പരീക്ഷയുടെ തലേദിവസം കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിന് തനതായിട്ടുള്ള പ്രൂഫാണ് കാണിക്കാൻ പറ്റണത്. ഓഫീസിൽ പറഞ്ഞാൽ കാണിക്കും, ഓഫീസിൽ പറഞ്ഞാൽ മതി, ഇന്ന പ്രൂഫാണ് എൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ ചില ആൾക്കാരുടെ ഇതുപോലെ കറസ്പോണ്ടിങ് ഇപ്പോൾ ജപ്തി നടപടി, ഇപ്പോൾ ജപ്തി നടപടിയുടെ ഇപ്പോൾ തർക്കപ്പൂരിടാം, അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ്, പ്രമാണത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് വേണം. എല്ലാത്തിൻ്റെയും രേഖ വേണം. ഉടമ്പടി തന്നെ ഒരു രേഖയാണ്. ഇപ്പോൾ ക്യാൻസർ രോഗം, ഇപ്പം നിങ്ങൾ മരുന്ന് കാണിക്കേണ്ട രേഖ വേണം. കിഡ്നി രോഗം, ഇപ്പം നിങ്ങൾ മരുന്ന് കഴിക്കുക, പണ്ടുണ്ടായതല്ല, ഇപ്പം നിങ്ങൾ രോഗികളാണെന്നുള്ളതിൻ്റെ രേഖ വേണം. അപ്പോൾ എല്ലാത്തിനും രേഖ വേണം. രേഖ ഓഫീസിൽ കാണിച്ചാൽ നിങ്ങളുടെ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഉടമ്പടി പണ്ടെടുത്തിട്ട് ഉഴപ്പിയിട്ട് ഇപ്പോൾ എന്തോ ഒരു ആ പട്ടി കടിച്ചെന്നും പറഞ്ഞ് ഓടി വരും, പാമ്പ് കടിച്ച് കടം വന്നെന്നും പറഞ്ഞ് ഓടി വരും. എടുക്കത്തില്ല കേസ്. ഞങ്ങൾ നോക്കുന്നത് ഉടമ്പടിയിലുള്ള ആൾക്കാരെ നോക്കത്തുള്ളൂ.
നിങ്ങൾ ഉടമ്പടിൻ്റെ പേപ്പർ തരാൻ പറയും, സ്റ്റാറ്റസ് നോക്കും. അപ്പോൾ അത് പുതുക്കിയിട്ട് വർഷങ്ങളായി കാണും. അപ്പോൾ നിങ്ങൾ പുതുക്കിക്കൊള്ളാൻ പറയും. കാരണം ഉടമ്പടിയിൽ ഒരു പ്രാവശ്യം ഇപ്പോൾ ചില ആൾക്കാർ ചെറിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഉടമ്പടി വെക്കാതിരിക്കും. ഇല്ല, ഉടമ്പടി ചെറിയ കാര്യങ്ങളിൽ വെക്കാം, വലിയ കാര്യം വെക്കാം. അങ്ങനെ വെച്ച് നിങ്ങൾ വിശ്വസ്തരായിട്ട് ഉടമ്പടി ചെയ്യണമെങ്കിൽ നിങ്ങൾ വെക്കാത്ത കാര്യം നടക്കും. ഇപ്പം തന്നെ നമ്മൾ എൽസാസാനിയുടെ സംഭവം എന്താണ്? എൽസാസാൻ്റെ അമ്മയും അപ്പനും എന്താ പറഞ്ഞിരിക്കണത്? നീ ബികം കംപ്ലീറ്റ് ചെയ്യും, ബാക്കിയുള്ളത് ഞാൻ ഈശോയോട് പറയും. നിനക്ക് മെഡിസിന് ഞാൻ സീറ്റ് വാങ്ങിച്ചു തരുന്നു, ആരെടുക്കുകയെന്ന്, ഈശോടുക്കുകയെന്ന്. അത് അവരുടെ വിശ്വാസമാണ്. പക്ഷേ എൽസാസാനെ ഈ ബികം പാസ്സായി കഴിഞ്ഞപ്പോൾ ലോകത്തിൽ ഓരോരുത്തരും ഇല്ലാത്ത ഒരു ലിങ്ക് അവർക്ക് കിട്ടും, അപ്പനും അമ്മയ്ക്കും. ആ സാക്ഷ്യം പോണ ഭയങ്കര രസമാണ്. പറയാൻ സമയം കിട്ടിയില്ല, 2 കഴിഞ്ഞായിരുന്നു. അത് ഞാൻ നിർത്തിയത്. 2 മണിക്കൂർ കഴിഞ്ഞായിരുന്നു നമ്മുടെ ശുശ്രൂഷ, അതാണ് ഞാൻ നിർത്തിയത്. പക്ഷേ എൽസാസാൻ്റെ അവസാനിക്കണേ എങ്ങനെ? അവരിതെല്ലാം ചെറുപ്പം, അവരല്ലേ ഇതൊക്കെ ഈ ലിങ്കും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ചെറുപ്പക്കാർക്കല്ലേ. അങ്ങനെയല്ല, അവരുടെ അപ്പനും അമ്മയ്ക്കാണ് കൊടുത്തിരിക്കണത്. യൂണിവേഴ്സിറ്റി പറഞ്ഞു കൊടുത്തിരിക്കണത്. അതായത് ബികോമിൽ നിന്ന് നേരെ മെഡിസിനിലൊക്കെ പോകുന്ന മാസ്റ്റർ ഡിഗ്രി എടുക്കുന്ന യൂണിവേഴ്സിറ്റി. അതിൽ 4 സീറ്റേ ഉള്ളതെന്ന് ഓർക്കണം. വെറും 4 സീറ്റ്. മെഡിസിന് 4 ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് 4 സീറ്റേ ഉള്ളൂ. ആ 4 സീറ്റിൽ 1 എൽസൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഇതാണ് ഉടമ്പടി. ഇതാണ് ഈ കാലത്തൊരു പുണ്യം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം നമ്മുടെ പോക്ക് കണ്ടില്ലേ. എൽസയോട് സംസാരിച്ചില്ല. കപ്പാസിറ്റി ഉള്ളത് അമ്മയ്ക്കും അപ്പനുമാണെന്ന് ഈശോയ്ക്ക് അറിയാം. അവർക്ക് പക്ഷേ കമ്പ്യൂട്ടർ അറിയാൻ പാടില്ല, പക്ഷേ കർത്താവിനെ അറിയാം. അത് മതി. അവർക്ക് കമ്പ്യൂട്ടർ അറിയത്തില്ല, കർത്താവിനെ അറിയാം. പക്ഷേ അല്ലെങ്കിൽ അവർക്കാണത് കൊടുത്തിരിക്കണം. അവരാണ് ഇവളോട് പറയുന്നത്, ഈ യൂണിവേഴ്സിറ്റി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് 4 സീറ്റ് ഉണ്ടായാലും 1 നിനക്ക് മേടിച്ച് തരാമെന്ന്. എന്താണ് നമ്മൾ യൂണിവേഴ്സിറ്റി നടത്തിയാൽ പോലും കിട്ടത്തില്ല നമ്മുടെ മക്കൾക്ക്. അതാണ് പ്രശ്നം. അതായത് ഉടമ്പടി എന്ന് പറയുന്നത് എവിടെ കൊണ്ട് നമ്മൾ എത്തിക്കുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് മര്യാദക്ക് സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ അകത്ത് അച്ഛൻ പറഞ്ഞ നിബന്ധനകളാണ് ഇതിൻ്റെ മെയിൻ ആത്മാവ്, അല്ല നിങ്ങളുടെ നിയോഗമല്ല. നിബന്ധനകൾക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഉടമ്പടി കത്തും. എൻ്റെ മക്കളുടെ 2ാമത്തെ അറിയിപ്പ്, സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവർക്ക് അവർ മെയിൻ സാക്ഷ്യമാണ്, ഉടമ്പടി സാക്ഷ്യമാണ് പറഞ്ഞിരിക്കണമെങ്കിൽ മെസ്സേജ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും. അച്ഛനെ കാണാൻ വരുന്ന സമയത്ത് അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും. വിവാഹത്തിൽ കൺഫ്യൂഷൻ, അതുപോലെ തന്നെ അറിയേണ്ട കാര്യങ്ങളുണ്ടാവും, മക്കളുടെ കാര്യത്തിൽ അറിയേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവർ ചോദിച്ചാൽ കൃത്യമായിട്ട് അതിന് മറുപടി പറയും. അപ്പോൾ സാക്ഷ്യം പറയാനുള്ള മെച്ചം അതാണ്. പക്ഷേ പ്രിൻസിപ്പൽ സാക്ഷ്യമായിരിക്കണം. ഉടമ്പടി സാക്ഷ്യങ്ങളാണ്. സാധാരണ സാക്ഷ്യം അവിടെ നിന്ന് ഒപ്പിട്ട് വിടുകയുള്ളൂ. മെയിൻ സാക്ഷി ഇവിടെ പറയാൻ അനുവദിക്കും. അപ്പോൾ അതിൻ്റെ ചീട്ട് കയ്യിൽ നിങ്ങളുടെ കയ്യിൽ തരും. ഉടമ്പടി സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചീട്ട് കയ്യിൽ തരും. ആ ചീട്ട് ഇവിടെ കാണിച്ചാൽ സാക്ഷ്യം മെസ്സേജ് എടുത്ത് തരും. പിന്നെ ഞാനിപ്പോൾ ആൾക്കാരെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിച്ചോണ്ടേ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലാണ്. അച്ഛൻ ഉണ്ടോയെന്നൊന്ന് നിങ്ങൾ വരുന്ന ദിവസം ഞാൻ ഉണ്ടോയെന്നൊന്ന് നോക്കണം നല്ലതായിരിക്കും. ഓഫീസിൽ ചോദിച്ചാൽ പറഞ്ഞു തരുമോ? ഓഫീസിൽ ഫോൺ ചെയ്ത് ചോദിച്ചാൽ മതി. കുറേ നമ്പർ ഞങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ടല്ലോ. പരാതി ഒരു നമ്പർ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു തരും, അച്ഛനുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞു തരും. ഇപ്പം നിങ്ങൾ വരുന്ന ദിവസം നാളെയാണെങ്കിൽ നാളെ അച്ഛനുണ്ടോ എന്ന് പറഞ്ഞു തരും. അപ്പോൾ അത് വരാം. ഇവിടെ വന്നിട്ട് ചിലപ്പോഴും ഞാൻ ബിഷപ്പ് വിളിക്കുകയാണെങ്കിൽ സഭയുടെ വല്ല കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോകും. വ്യാഴാഴ്ച അച്ഛൻ സ്വകാര്യമായിട്ട് എടുക്കുന്ന ലീവാണത്, പുറത്തുള്ള ശുശ്രൂഷ എടുക്കാൻ വേണ്ടി. കാര്യം എല്ലാ ദിവസവും പുറത്തു പോകാൻ പറ്റില്ല, എല്ലാ ദിവസവും ഇവിടെ ആളാണല്ല. അപ്പോൾ എല്ലാ ദിവസവും പലയിടത്ത് പോകേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കൂട്ടിയിട്ട് വ്യാഴാഴ്ച പോകും. അങ്ങനെയാണത് ചെയ്യണത്, അങ്ങനെ ക്രമീകരിക്കണത്. ഓക്കെ. മിഷണറീസ് ഓഫ് മരീൻ അപ്പാരിഷൻസ് പയസ് അസോസിയേഷൻ കൃപാസനത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രേക്ഷിതരാകാൻ ഉദ്ദേശിക്കുന്നവരെ 8218197511 ആ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കൃപാസനത്തിലെ എല്ലാ ശുശ്രൂഷ, അതായത് DTP, അക്കൗണ്ടൻസി, അതുപോലെ തന്നെ സ്റ്റോറിലും അതുപോലെ തന്നെ കൗണ്ടറിലും കിച്ചണിലും എവിടെയൊക്കെയാണെങ്കിൽ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളത് അവിടെയൊക്കെ പ്രത്യേകം നിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. കൃപാസനത്തിൻ്റെ പേരിൽ കള്ള അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് പല ആൾക്കാരും പണം ചോദിക്കുന്നുണ്ട്. അത് കൃപാസനം അറിയത്തില്ല. അവർ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ഉപയോഗിക്കുകയാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ലോകത്ത് എവിടെ ഇരുന്നും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ തിരിതെളിക്കുന്ന ലൈറ്റ് ആൻഡ് പെയർ റിക്വസ്റ്റ്, എല്ലാ ദിവസവും ലൈറ്റ് ആൻഡ് പെയർ റിക്വസ്റ്റിനും ഓൺലൈൻ ഉടമ്പടിക്കും സാക്ഷ്യമുണ്ട്. എല്ലാ ദിവസവും സാക്ഷ്യം പണം കേൾക്കാം. അപ്പോൾ അതെല്ലാം അമ്മ അംഗീകരിച്ച വലിയ ദൈവിക ഇടപെടലാണ്. തീർത്ഥാടന ഉടമ്പടിക്ക് എത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് അതൊക്കെ വർക്ക് ചെയ്യണത്. അല്ലാതെ ഇവിടെ നടന്നെത്താൻ പറ്റുന്നവർക്കും വണ്ടിക്കെത്താൻ പറ്റുന്നവരൊന്നും ഓൺലൈൻ ഉടമ്പടി ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ ആഴ്ച വന്നു, അടുത്ത ആഴ്ച നിങ്ങൾക്ക് വേറെ ഒരു വിഷയം ഉണ്ടായി, അപ്പോൾ നിങ്ങൾ ലൈറ്റ് ആൻഡ് പെയർ റിക്വസ്റ്റ് ഇട്ടാൽ മതി. ഇവിടെ വരെ വരേണ്ട കാര്യമില്ല.
നിങ്ങൾ ഉടമ്പടിയിലാണല്ലോ ഓൾറെഡി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉടമ്പടി വെക്കാത്തൊരു പ്രശ്നം ഉണ്ടായി, ഉടമ്പടി വെക്കാത്ത എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി എങ്കിൽ അപ്പോൾ നിങ്ങൾ ലൈറ്റൊക്കെ അതിൻ്റെ റിക്വസ്റ്റ് ഇട്ടാൽ മതി. മീഡിയ വൈറ്റ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞൊരു കൃപാസനം ചാനൽ തുടങ്ങുന്നുണ്ട്. അത് ലൈവിന് വേണ്ടിയാണ്. മീഡിയ വൈറ്റ് എന്നതിൻ്റെ പേര്. കൃപാസനം പത്രം 14 ഭാഷയിൽ ലഭ്യമാണ്. അതാത് സ്ഥലങ്ങളിലുള്ളവർ അതാത് ഭാഷ പത്രം വാങ്ങിക്കേണ്ടതാണ്. ഏപ്രിൽ മാസം, അതായത് മെയ് മാസത്തിൽ ആദ്യ ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച, അപ്പോൾ അവർക്ക് ഉച്ച കഴിഞ്ഞ് ആദ്യാക്ഷരം കുറിക്കുന്ന ദിവസമാണ്. ആദ്യാക്ഷരം 2:30 മണിയാകുമ്പോൾ. ഇപ്പോൾ ആദ്യാക്ഷരം പിന്നെ ചോറുട്ടലും, അത് പണ്ട് വരെ ഉണ്ടായിരുന്ന ശുശ്രൂഷയാണ്. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുക. പക്ഷേ പണ്ടത്തെ പോലെയുള്ള എളുപ്പമല്ല ഇപ്പോൾ അത്. കാര്യം ആദ്യാക്ഷരം ആരാണ്, ഏത് കൊച്ചാണ് കുറിക്കണത്, കുഞ്ഞിനെ കുറിക്കണത്, ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും ഉടമ്പടി എടുത്തിരിക്കണം. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. നമ്മുടെ ഉടമ്പടി ധ്യാന കേന്ദ്രമായതുകൊണ്ട് ദൈവത്തോടാണ് നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളത്. ഉടമ്പടി തന്ന ദൈവമല്ലേ. അപ്പം ദൈവത്തിന് പ്രയോജനമില്ലാത്ത ഒരു കാര്യം ചെയ്ത്, അതുകൊണ്ട് നിങ്ങളൊരു നല്ല കുടുംബമായി ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞ് താനെ രക്ഷപ്പെട്ടോളും. എന്നാൽ ദൈവം അതിനെ രക്ഷപ്പെടുത്തിക്കൊള്ളും. അതുപോലെ തന്നെയാണ് ആദ്യാക്ഷരം കുറിക്കുന്നതും. അപ്പാപ്പനും അമ്മാമ്മയും ഉടമ്പടി എടുത്തിട്ട് പേരക്കിടാവിനെ കൊണ്ട് ആദ്യാക്ഷരം കുറിപ്പിക്കാൻ വരരുത്, പറഞ്ഞു വിടും, സത്യമായിട്ട് പറഞ്ഞു വിടും. എപ്പോഴത് ക്ലിയറാണ്. അതായത് ആ കുട്ടിയുടെ അപ്പനും അമ്മ, ആദ്യാക്ഷരം കുറിക്കുന്ന കുട്ടിയുടെ അപ്പനും അമ്മയും തന്നെയാണ് ഉടമ്പടി എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പറയും ആ അപ്പൻ ഇവിടെ ഇല്ല, അമ്മ സ്വിറ്റ്സർലൻഡിലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെങ്കിലും ഉടമ്പടി എടുത്താൽ മതി. നാട്ടിലില്ലെങ്കിൽ, നാട്ടിലുണ്ടെങ്കിൽ രണ്ടുപേരും ഒന്ന് ഉടമ്പടി എടുക്കണം. നാട്ടിൽ ഒരാളെങ്കിലും ഇല്ലെങ്കിൽ, രണ്ടുപേരും ഇല്ലെങ്കിൽ ആ കൊച്ചിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. രണ്ടുപേരും നാട്ടിലില്ല, ഒരാൾ ഇറ്റലിയിലാണ്, ഒരാൾ ഹോങ്കോങ്ങിലാണെന്നെങ്കിൽ അവിടെ ഇരിക്കട്ടെ, കുട്ടിയെ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ഇവിടെ കൊണ്ടുവന്ന അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഉടമ്പടി എടുത്തതായിരിക്കണം. അന്ന് ഉടമ്പടി എടുക്കാൻ സമയമുണ്ട്. കുട്ടിയെ കൊണ്ടുവരുന്ന ദിവസം ഉടമ്പടി എടുക്കാൻ സമയമുണ്ട്. പക്ഷേ എന്തുമാത്രം വിലപ്പോകുമെന്ന് അറിയത്തില്ല. കാരണം ഞായറാഴ്ചയല്ലേ, ഞായറാഴ്ച ധ്യാനം കഴിയുമ്പോൾ തന്നെ 2 മണിയാവും. പിന്നെ 3 മണിക്ക് ഉടനെ ശുശ്രൂഷ തുടങ്ങിയാണ്. ഇതിൻ്റെ കൂടി ഉടമ്പടി എടുക്കാനുള്ള സമയം 10 മണിക്കൊരു സമയമുണ്ട്. ആ 10 മണിക്ക് കയറി കിട്ടിയ നല്ല കാര്യം. അമ്മയ്ക്കൊരു മുറി എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി, അകലെയുള്ള തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള താമസ സൗകര്യമാണ്. അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന മുറികളാണ്. 5 വർഷം ഫ്രീ ആയിട്ട് കിട്ടും, 1 വർഷം 4 ദിവസമായിട്ട്. അത് ആവശ്യമുള്ളവർ 94 47 69 94 47 69 68 15 ഈ മുറിയിൽ വെച്ചിട്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് ഓഫീസുമായിട്ട് സെറ്റ് ചെയ്യുക.